മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക വൈദികർക്കും വിശ്വാസികൾക്കും നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം. 2025 ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മണ്ഡ്ല ഇടവകയിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക വിശ്വാസികൾ ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടെ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രകോപിതരായി കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഭാരത ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുള്ള കാത്തലിക് കണക്ട് എന്ന മാധ്യമമാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജ്റംഗ് ദൾ പ്രവർത്തകർ മണ്ഡലയിൽ നിന്നുള്ള വിശ്വാസികളുടെ തീർത്ഥാടനം തടസ്സപ്പെടുത്തി ഓംതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവരെ വിട്ടയച്ചതിനെ തുടർന്ന് വിശ്വാസികൾ വീണ്ടും മറ്റൊരു പള്ളിയിൽ തീർത്ഥാടനം നടത്തുന്നതിനിടെ അവരെ തടഞ്ഞു നിർത്തി റാഞ്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതിന് പിന്നാലെ ജബൽപൂർ വികാരി ജനറൽ ഫാദർ ഡേവിസും രൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് ടിയും പിന്തുണയും സഹായവും നൽകാൻ സ്ഥലത്തെത്തിയതോടെ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രകോപിതരാവുകയായിരുന്നു. വൈദികരെയും വിശ്വാസികളെയും കയ്യേറ്റം ചെയ്ത് മർദ്ദിച്ച ഹിന്ദുത്വവാദികൾ ഭീഷണിയും മുഴക്കി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ അതിക്രമം നടന്നത്. ജയ് ശ്രീറാം വിളിയോടെ ഹിന്ദുത്വവാദികൾ നടത്തിയ അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തെ കത്തോലിക്ക സമൂഹം അപലപിച്ചു. കുറ്റവാളികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സഭാ നേതാക്കൾ അധികാരികൾക്ക് പരാതി നൽകാനിരിക്കുകയാണ്. സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. അക്രമ സംഭവങ്ങളിൽ ഭരണകൂടത്തിന്റെ അറിവോടെ പോലീസ് നിഷ്ക്രിയത്വം പുലർത്തുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്.